കൊല്ലം MLA മുകേഷിനെതിരെ പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിരിക്കുന്നു. അതോടെ രാജി എന്നതിൽ കുറഞ്ഞ വഴികളൊന്നും MLAക്ക് മുന്നിൽ ഇല്ലാതെയായി. ബലാത്സംഗ കേസിലാണ് ഇപ്പോൾ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പോലീസ് കേസെടുത്തിരിക്കുന്നത്. രാവിലത്തെ ചർച്ചകൾക്ക് ശേഷം CPM നേതാക്കൾ മാധ്യമങ്ങളെ കാണുമെന്ന് അറിയിച്ചിട്ടുണ്ട്. CPI നേതാക്കളെല്ലാം മുകേഷ് രാജിവെക്കണമെന്ന് പരസ്യമായി ആവശ്യപ്പെട്ടതോടെയാണ് CPM പിന്നോട്ട് പോയത്. IPC 509, 354 എന്നീ പ്രധാനപ്പെട്ട വകുപ്പുകൾ പ്രകാരം സ്ത്രീത്വത്തെ അപമാനിക്കൽ, അംഗവിക്ഷേപം, മോശം വാക്കുകൾ ഉപയോഗിക്കൽ എന്നിവയാണ് മുകേഷിനെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റമെന്ന് നമുക്ക് കാണാം. കഴിഞ്ഞ ദിവസം ആരോപണം ഉന്നയിച്ച നടിക്കെതിരെ ചില ആരോപണങ്ങൾ അങ്ങോട്ട് മുകേഷ് ഉന്നയിച്ചെങ്കിലും ഫലമുണ്ടായിട്ടില്ല. തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളെ മറ്റ് ചില ആരോപണങ്ങൾ കൊണ്ട് തടുക്കാമെന്നാണ് മുകേഷ് കരുതിയത്. പക്ഷേ വില കുറഞ്ഞ ആരോപണങ്ങൾക്ക് ബലം കൂടി കുറഞ്ഞതോടെ നടിക്കെതിരെയുള്ള ആക്ഷേപങ്ങൾ CPM പോലും ഏറ്റെടുത്തില്ല എന്ന് കാണാൻ കഴിയും. നേരത്തെ സിനിമാ നയരൂപീകരണ സമിതിയിൽ നിന്ന് സർക്കാർ മുകേഷിനെ ഒഴിവാക്കിയതാണ്. മുകേഷ് എന്ന ഒരു നടനെയല്ല ഇവിടെ കാണുന്നത്. അദ്ദേഹം ഒരു MLA ആണ്, ഒരു പൊതുപ്രവർത്തകനാണ്. ഒരു പൊതുപ്രവർത്തകൻ സമൂഹത്തിൽ സ്വീകരിക്കേണ്ട, പാലിക്കേണ്ട ചില മാന്യതകളുണ്ട്. അതൊന്നും തന്നെ മുകേഷ് MLA എന്നുള്ള നിലയിൽ പാലിച്ചിട്ടില്ല എന്നുള്ളത് ജനങ്ങൾക്ക് വളരെയധികം ബോധ്യമായിരിക്കുന്നു. ഇനി മുന്നിൽ രാജിയല്ലാതെ വേറെ രക്ഷയില്ല. നമുക്കറിയാം, ആരോപണം ഉന്നയിച്ച സ്ത്രീകളെ അങ്ങോട്ട് ആക്രമിക്കുന്ന തരത്തിലായിരുന്നു മുകേഷിൻ്റെ പ്രതികരണങ്ങൾ മുഴുവൻ. തന്നെ CPM ആയതുകൊണ്ടാണ് എല്ലാവരും ഇങ്ങനെ ക്രൂശിക്കുന്നത് എന്ന മട്ടിൽ അദ്ദേഹം ആദ്യം പ്രസ്താവന ഇറക്കി. പക്ഷേ അത് CPM പോലും അംഗീകരിച്ചില്ല എന്നുള്ളതാണ് സത്യം. അവസാനം ആരോപണം ഉന്നയിച്ച ഒരു സ്ത്രീയെ തന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണ് എന്നൊരു കുറ്റം പറഞ്ഞുകൊണ്ട് പ്രതിരോധിക്കാൻ നോക്കി. പക്ഷേ അങ്ങനെ ബ്ലാക്ക്മെയിൽ ചെയ്തതിൻ്റെ തെളിവ് എന്തെങ്കിലും മുകേഷിൻ്റെ കയ്യിലുണ്ടെങ്കിൽ പുറത്തു വിടൂ, അഭിമാനത്തോടെ ആ കേസിനെ നേരിടാമെന്ന് ആ സ്ത്രീ പറഞ്ഞതോടുകൂടി പോലീസിനും ഒരുപക്ഷെ നാളെ കോടതിക്കും മുകേഷിൻ്റെ ഈ തട്ടിപ്പ് മനസ്സിലാകാൻ പോവുകയാണ്. അങ്ങനെ മുകേഷ് എന്ന നടനെയല്ല, മുകേഷ് എന്ന MLA യാണ് കേരളം കാർക്കിച്ചു തുപ്പാൻ പോകുന്നത്.